പ്രവർത്തകരും സദാ ജാഗരൂകരായി ഹാദിയെയും ദാറുൽ-ഹുദയെയും സഹായിക്കാൻ മുന്നോട്ട് വരാറുണ്ട്. അവരുടെ കഴിവിനെ ഈ ഇത്തരുണത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ KMCCയുടെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നമ്മൾ ഏത് ആവശ്യം കൊണ്ട് മുന്നോട്ട് ചെന്നു കഴിഞ്ഞാലും അതിൻ്റേതായ പ്രതിവിധികൾ കണ്ടെത്തി അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരാറുണ്ട്. അവരെയും ഇത്തരുണത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ മഹല്ല് സംഗമത്തിൽ എത്തിച്ചേർന്ന നിങ്ങളിവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷന് മറ്റൊന്ന്, ഈ പരിപാടി ക്ലാസ് റൂമിലൂടെ ലൈവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത് സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റുകൾ ലോകത്തിൻ്റെ ഏതെല്ലാം മഹല്ലുകൾ ആവശ്യാനുസരണം ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും ഇതൊരു അവസരം കൂടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ജിദ്ദ കമ്മിറ്റി ചെയർമാൻ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അധ്യക്ഷ ഭാഷണം നടത്തുന്നു. തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. സ്നേഹബഹുമാനമുള്ള ഈ മഹത്തായ സംഗമത്തിൽ സ്റ്റേജിലുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും ജിദ്ദ ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും ഒക്കെ സാരഥികളായ സയ്യിദ് സഹൽ തങ്ങൾ, അബ്ദുൽ കരീം ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ അബ്ദുള്ള കുപ്പൻ സാഹിബ്, NP അബൂക്കർ ഹാജി സാഹിബ്, അതുപോലെ തന്നെ അലി മൗലവി നാട്ടുകൽ, അബ്ദുൽ ജബ്ബാർ സാഹിബ് മണ്ണാർക്കാട്, അതുപോലെ നമ്മുടെ മർഹൂം ഷെയ്ഖുന സയ്യിദുൽ ഉലമ സൈനുദ്ദീൻ മുസ്ലിയാർ ഉസ്താദ് നവറുല്ലാഹു മർഖദഹു അമീൻ മഹാനവറുകളുടെ പ്രിയപുത്രൻ റഫീഖ് ചെറുശ്ശേരി, കൂടാതെ വേദിയിലും സദസ്സിലുമുള്ള ഉലമാക്കളെ, മഹല്ല് കമ്മിറ്റിയുടെ ജിദ്ദ പ്രവിശ്യയിലെ സാരഥികളെ, സഹോദരങ്ങളെ, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരുമിക്കുവാൻ നമുക്ക് അവസരം നൽകി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഹാദിയ ജിദ്ദ ചാപ്റ്ററും ദാറുൽ ഹുദ ജിദ്ദ കമ്മിറ്റിയും കാണിച്ച ഈ സന്മനസ്സിന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറയുന്ന ഈ കൊച്ചു നഗരത്തിൽ പല ആളുകളെയും അത്ഭുതപ്പെടുത്തുമാറ് വ്യവസ്ഥാപിതമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മഹല്ല് കമ്മിറ്റികൾ ഈ ജിദ്ദയിലുണ്ട് എന്നുള്ളൊരു സത്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വളരെ തിരക്കേറിയ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർത്തത്. ഒരുപാട് ഇതിന് പിന്നിൽ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം നാട്ടിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ പറഞ്ഞാലും തീരാത്ത രീതിയിൽ മികച്ച സംഭാവനകൾ നൽകി വരുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹുദവി പണ്ഡിതന്മാർ നമ്മുടെ രാജ്യത്ത് ഒരു ഇസ്ലാമിക ചൈതന്യമുണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ പങ്കുവഹിച്ച വലിയ വ്യക്തിത്വങ്ങളാണ്. നമുക്കറിയാം, കേരളത്തിലെ ഈ മഹല്ല് സംവിധാനങ്ങളും അറബിക് കോളേജുകളും ഒരു ഇസ്ലാമികമായ സംസ്കാരം നമ്മൾ നേടിയെടുത്ത പതിറ്റാണ്ടുകളുടെ പരിശ്രമം കൊണ്ട് നേടിയെടുത്ത ഈ മഹത്തായ നേട്ടങ്ങൾ അത് കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലേക്ക് എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ നടന്നു വരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. CSE എന്ന് പറയുന്ന സെൻറ്റർ ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന് പറയുന്ന CSE ഇവിടുത്തെ പാണക്കാട് അതിന് വലിയ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പദ്ധതികളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ പരിപാടിയിൽ ആ രംഗത്ത് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് കോർഡിനേറ്ററായ മുനീർ ഹുദവി ഫറൂഖ്, ആ യുവ പണ്ഡിതൻ, അദ്ദേഹം ഇന്ന് നമ്മോട് സംസാരിക്കാനിരിക്കുകയാണ്. അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മഹല്ല് എന്ന് പറയുന്ന
നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ച് വീണത് മുതൽ ഈ മഹല്ല് കാണൽ തുടങ്ങിയിട്ടുണ്ട്. പള്ളി, മദ്രസ, അതിന് ചുറ്റുഭാഗങ്ങളിൽ നൂറുകണക്കിനുള്ള താമസക്കാർ. വെള്ളിയാഴ്ച പരിശുദ്ധ ജുമാക്ക് അവരൊക്കെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക ചെറിയൊരു റിപ്പബ്ലിക്കായിക്കൊണ്ട് ഈ മഹല്ല് സംവിധാനം കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതിൻ്റെയൊക്കെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിയുന്നവരാണ്. ഇവിടെ ജോലി ആവശ്യാർത്ഥം ഇവിടെ എത്തിയാൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഒരു ജിദ്ദ കമ്മിറ്റിക്ക് ഫോം ചെയ്യുകയാണ്. എന്നിട്ട് മഹലിലെ സാമ്പത്തിക പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്നത് നമ്മൾ ഒന്നാം അജണ്ടയായി കാണുന്നുണ്ടെങ്കിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് വലിയൊരു മാറ്റമാണ് ഈ പ്രവാസി മഹല്ല് കമ്മിറ്റികൾ നിർവഹിച്ചു വരുന്നത്. അതിൻ്റെ സാരഥികളാണ് ഈ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിന് നമുക്ക് അറിവുകൾ ആവശ്യമാണ്. അറിവാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വലിയ കാരണമാകേണ്ടത്. അതുകൊണ്ട് എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ പഴയ കാലഘട്ടം പോലെ കേവലം ഒരു വരിസംഖ്യ പിരിച്ചുകൊണ്ട് അത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലപ്പുറം ഇന്ന് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയകളും പ്രവർത്തിക്കാനുള്ള മാധ്യമങ്ങളുമൊക്കെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്തിൻ്റെ ചടുലതകൾ മനസ്സിലാക്കിക്കൊണ്ട്, ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രീയമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏതായിരുന്നാലും കേരളത്തിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാന വിദ്യാഭ്യാസ രംഗത്തിലെ നവോത്ഥാനങ്ങൾ നിർവഹിച്ചു വരുന്ന പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെയൊക്കെ ഒരു അനുയായികൾ, ഹാദിമീങ്ങൾ എന്നുള്ള നിലക്ക് ആ മഹത്തായ പ്രസ്ഥാനമാണ് ഈ മഹല്ല് സംവിധാനത്തിലൊക്കെ നമ്മുടെ ഒരു ഇസ്ലാമിക ചൈതന്യം നമ്മുടെ നാട്ടിൽ നടത്തി വരുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ആ സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ ഒരു നമുക്ക് പ്രേരണയായി നിൽക്കുന്നത്. അതുകൊണ്ട് ആ സമസ്തയുടെ പ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മുടെ മഹല്ലുകളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള മഹല്ലുകളാണ്. നമുക്കറിയാം, പള്ളി, മദ്രസ, അറബി കോളേജുകൾ എന്നൊക്കെ വരുമ്പോൾ ഒരുപാട് വഖഫ് സ്വത്തുക്കൾ നമുക്കറിയാം. നമ്മുടെ വാപ്പക്കാരനവന്മാർ പണ്ടൊക്കെ മരിക്കുന്നതിന് മുമ്പ് നാളെ ജാരിയായ സ്വതക്കയായി ഖബറിലേക്ക് എന്തെങ്കിലും കിട്ടണം, നന്മകൾ പെയ്തിറങ്ങണം എന്നുള്ള താല്പര്യപൂർവ്വം പള്ളിയിലേക്ക് മുഴുവൻ, എൻ്റെ ഭൂമി മുഴുവൻ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ പള്ളിയിലേക്കാണ് എന്ന് വഖഫ് ചെയ്യപ്പെടുന്ന സമ്പ്രദായം നമ്മളൊക്കെ കേരളത്തിലെ, നമ്മുടെയൊക്കെ മലപ്പുറം ജില്ലയിലെ പള്ളികൾക്കുള്ള വഖഫ് സ്വത്ത് കേട്ടാൽ പോലും നമ്മൾ അന്തം വിട്ടു പോകും. ഒരിക്കലും വരിസംഖ്യ പോലും വേണ്ട, സംഭാവനകൾ വേണ്ട എന്ന് പറയുന്ന മഹല്ലുകളുണ്ട്. അത്രമാത്രം സാമ്പത്തിക ബദ്ധതയുള്ള സ്രോതസ്സുള്ള ഒരുപാട് മഹല്ല് കമ്മിറ്റികളുണ്ട്. ഏതായിരുന്നാലും ഈ കാലത്ത് അതൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, വാഫി, അതുപോലെ തന്നെ ഹുദവി തുടങ്ങിയ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്നതോടുകൂടി അൽഹംദുലില്ലാ അത്തരം കാര്യങ്ങളിലൊക്കെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്, നീട്ടുന്നില്ല. ഏതായിരുന്നാലും ഇതൊരു തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഹുദവി പണ്ഡിതന്മാർ ഹാദിയുടെ നേതൃത്വത്തിൽ ഇനി ഇൻഷാ അല്ലാഹ് ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഇവിടെ വന്നു. ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു കൂടിച്ചേരൽ, ഇതിനുള്ള ഒരു ബോധവൽക്കരണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്നൊക്കെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹത്തായ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ മഹല്ല് പ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജിദ്ദ ഇസ്ലാമിക് സെന്ററിൻ്റെ ചെയർമാനും ഇപ്പോൾ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായ ജിദ്ദയിലെ അനുഗ്രഹീത സാന്നിധ്യം സയ്യിദ് സഹൽ തങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ എൻ്റെ നാട്ടുകാരനും ആയ സൈനുദ്ദീൻ ഹുദവി, അതുപോലെ വേദിയിലിരിക്കുന്ന JIC-യുടെ ശക്തരായ നേതൃത്വങ്ങളിൽപ്പെട്ട അലി ഫൈസി, കരീം ഫൈസി, അലി മൗലവി, ജബ്ബാർ സാഹിബ്, അബ്ദുള്ള സാഹിബ്,
NP അബൂബക്കർ സാഹിബ്, നമ്മുടെ ചെറുശ്ശേരി റഫീഖ്, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഹുദവികളെ, മറ്റു പണ്ഡിതരെ, മറ്റു മഹല്ല് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ, അതായത് നമ്മൾ ഒരു മഹൽ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്നു, അതുപോലെ തന്നെ കല്യാണങ്ങളുണ്ടാവുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മുദരിസിനെ അല്ലെങ്കിൽ കാദിയെ വിളിക്കുന്നു, നിക്കാഹ് കഴിക്കുന്നു. അതിലുപരി അതുപോലെ പിരിവുകൾ നടത്തുന്നു, അതിനു വേണ്ട സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ പിരിവ്, ഇത്രയും പ്രവർത്തനങ്ങളാണ് ശരിക്ക് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരുന്നൊരു മഹല്ല് സംവിധാനം. ഈ മഹല്ല് സംവിധാനം നമ്മൾക്ക് എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുനീർ ഉദവി ഇവിടെ ഉണ്ട്, വിശദമായിട്ട് പറയും. എന്നിരുന്നാലും ഈ മഹല്ല് സംവിധാനമാണ് നമ്മളെ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അതായത് അതാത് മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രത്തോളം നമ്മുടെ സമുദായത്തെ ഉന്നതിയിലെത്തിക്കാം എന്നുള്ള സംഗതികൾ ചെയ്യുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു വേദിയാണ്. പക്ഷേ നമ്മൾ വളരെ പിന്നിലാണ്. മഹല്ല് സംവിധാനത്തിൽ നമ്മൾ അങ്ങേയറ്റം പിന്നിലാണ്. നമ്മൾ ചെറുതായി ഒന്ന് നോക്കിയാൽ മതി. അതായത് നമ്മളെ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഇടവക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇടവക, അത് അവിടുത്തെ പള്ളിയിലച്ചന്മാർ നോക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഇടപെടും. അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണെങ്കിലും അവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലാണെങ്കിലും. അതായത് ഒരു കുട്ടി ആ മഹല്ലിൽ അവരുടെ ആ ഇടവകയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഏതാണ് അവൻ്റെ അഭിരുചി എന്നനുസരിച്ചുകൊണ്ട് ആ കുട്ടിയെ എവിടെ എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഈ പള്ളി വികാരിമാർ ആലോചിച്ച് അവിടെ, അതായത് ഒരു നഴ്സിങ്ങിനാണ് ആ കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ സാമ്പത്തിക പരിസ്ഥിതി അനുസരിച്ച് ആ കുട്ടിക്ക് ഏത് കോഴ്സിന് ചേരാം, അത്രയും വ്യക്തമായ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് ഈ ഇടവകൾ എന്നൊരു സംവിധാനം ക്രിസ്ത്യാനികളിലുണ്ട്. പക്ഷേ അതിലും വിപുലമായൊരു സംവിധാനമാണ് നമ്മുടെ മഹല്ല് സംവിധാനം. പക്ഷേ നമ്മുടെ മഹല്ല് സംവിധാനം ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇൻഷാ അല്ലാഹ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ CSEയുടെ നേതൃത്വത്തിൽ എന്തായാലും ഇതിനൊരു മാറ്റം വരണം. അതായത് കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങൾ മഹൽ സംവിധാനത്തിലും മാറ്റങ്ങൾ വരികയും നമ്മുടെ സമുദായം ഭൗതികമായും ധാർമ്മികമായും ഉന്നമനത്തിലേക്ക് ഉയർന്നു വരേണ്ട ആവശ്യകതയുണ്ട്. തീർച്ചയായും ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹാദിയ കമ്മിറ്റി ഇന്ന് ഇവിടെ ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ സമസ്തകയിലെ ജമയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അനുസ്മരണ യോഗവും നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് ഇനി നമ്മൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കൂടിയിരിക്കുന്ന നമ്മുടെ മഹല്ല് സംവിധാനം എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താം, ഏത് രീതിയിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുനീർ ഉദവി വ്യക്തമാക്കി തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വളരെ പഠനാർഹമായ റിപ്പോർട്ടോടുകൂടി നമുക്ക് അതിലേക്ക് കടക്കാം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മഹല്ലുകളുടെ പ്രവർത്തനം നമുക്കും നമ്മുടെ സമുദായത്തിനും ഉപയോഗപ്രദമാകുന്ന കൂട്ടത്തിലായി തീർക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു